നാട്ടിൽ വന്നെത്തിയതും പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്നൊരു പണി കിട്ടി. വീട്ടിലുള്ള അരി തീർന്നതും ഇനി സൊസൈറ്റി പോയി അരി വാങ്ങി തിരിച്ചു വരണം, അതായിരുന്നു ഉദ്ദേശം. സൊസൈറ്റി എത്തിയതും അപ്പോഴാണ് മനസ്സിലായത് സൊസൈറ്റി ആണെങ്കിലും വേറെ സ്ഥലത്തിലേക്ക് ഷിഫ്റ്റ് ആക്കി. ഞാനാണെങ്കിൽ ഇപ്പഴാ അറിഞ്ഞത്. എന്തായാലും സംഗതി പാളി. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് കുറെ കാലത്തിന് ശേഷം നമ്മുടെ ചങ്ങായിയെ കണ്ട സന്തോഷത്തിൽ ഒരു സെൽഫി എടുക്കാന്ന് ആലോചിച്ച് സെൽഫി എടുക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഡ്രസ്സ് കാക്കി ആയതുകൊണ്ട് കാര്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാ പിന്നെ നമുക്കും ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഇനി പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്രോൾ അടിക്കുക, ചായ കുടിക്കുക, കറങ്ങി നടക്കുക, ഇതൊക്കെ തന്നെയാണ് ഇനി വേറെ. പക്ഷെ ചായ കുടിക്കാൻ പോകുമ്പോൾ കൂടെ ഒരാളില്ലെങ്കിൽ ഒരു മജയില്ല. അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് ഇവന്മാരെ കിട്ടിയത്. ഒരുത്തരാണെങ്കിൽ കണക്കും കുത്തിയിരിക്കുകയാണ്, ഒരുത്തരാണെങ്കിൽ ആ കുത്തിയ കണക്ക് നോക്കിയിരിക്കുകയാണ്. ഇവനാണെങ്കിൽ ആരെന്ത് ചെയ്യുന്ന കണ്ടാലും അപ്പൊ അതിന്റെ ഇടയ്ക്കായിട്ട് മെയിൻ ആവും. അവരാണെങ്കിൽ നല്ല രീതിയിൽ വലിച്ചോണ്ടിരുന്നത്, അതിനിടയിലാണ് അത് ഇങ്ങനെയല്ല പിടിക്കേണ്ടത്, അത് തിരിച്ചാണ് പിടിക്കേണ്ടത് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് സ്റ്റാർ ആയി. എന്നാൽ ഇനി ഒറ്റയ്ക്ക് വലിച്ചുകൂടെന്ന് പറഞ്ഞിട്ട് മെയിൻ റോപ്പ് ഓന്റെ കയ്യിൽ കൊടുത്തിട്ട് പോയി. അതിന്റെ സങ്കടത്തിലാണ് ഓൻ ഒറ്റയ്ക്കിന് ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് പെട്രോൾ അടിച്ചൊരു ചായ കുടിക്കാൻ പോവാന്നുള്ള നല്ലൊരു ഉദ്ദേശത്തിലായിരുന്നു പുറപ്പെട്ടത്. പമ്പെത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഫഹദ് ആണെങ്കിൽ പല്ലും കുത്തി ഇരിക്കുകയാണ്, ജുനൈദ് ആണെങ്കിൽ റീൽസ് കണ്ടിരിക്കുകയാണ്, ഇവനാണെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ദിവസം 4 പെട്രോൾ ഇല്ല. അങ്ങനെ വന്നവരൊക്കെ തിരിച്ചു പോവുകയാണ്. എന്നാണാവോ ഈ പെട്രോളിന്റെ ദുരിതം തീരായി നാട്ടില്. പെട്രോൾ കിട്ടിയില്ലെങ്കിൽ റഹീമിന്റെ ചായയും കടി അത് നിർബന്ധമാണ്. അത് വേറൊന്നുമല്ല, ആ ഓലമേഞ്ഞന്റെ അടിയിലിരുന്ന് റഹീമിന്റെ ചായയും കൂടി ആവുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ. അങ്ങനെ ഒരു പൂവ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടം തന്നെ തരുന്ന റഹീമിന്റെ കടിപ്പാത്രങ്ങൾ എല്ലാം കൂടി ആവുമ്പോൾ 1980 ഒരു ഫീലാണ്. അങ്ങനെ ഏകദേശം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സ്ഥിരം പോസ്റ്റിലേക്ക്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.